ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനോട് സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉച്ച ലഞ്ചിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഒരു വ്ളോഗ്, ഉച്ച വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർ സ്കൂളിലൊക്കെ പോയി. പൂജിട്ട് ഇന്ന് ലീവാണ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ഒന്നിങ്ങനെ ആലസം പാടിയിട്ട് ലായായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ കണ്ണൻകുട്ടിക്ക് പൊതിച്ചോറ് കൊടുത്തു. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്കൊരു സോയാബീനും പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെ കൂടെ ആയിട്ട് അച്ചാറൊക്കെ ആയിട്ട് ആളെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ ഉച്ചയാകുമ്പോഴേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, മത്തനൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. കുക്കറിൽ നമ്മുടെ വൻപയറും മത്തനും പിന്നെ കുറച്ച് ഉപ്പും എല്ലാം മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറിയ ജീരകം നോക്കിയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അത് പാക്കറ്റൊക്കെ പൊട്ടിച്ചൊരു കുപ്പിയിലാക്കി നമ്മുടെ മിക്സിയിൽ തുടർന്നു വേഗം അരപ്പ് അങ്ങോട്ട് റെഡിയാക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ് കേട്ടോ. എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അരപ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം ഇങ്ങോട്ട് റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ എൻ്റെ നിന്ന് വിടാറുമുണ്ട്, അപ്പോൾ എനിക്ക് 8ൻ്റെ മണി കിട്ടാറുമുണ്ട് കേട്ടോ. അപ്പോൾ എരിശ്ശേരിക്കുള്ള അരപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാ വെച്ച് കഴിഞ്ഞാൽ നാളികേരം ഇട്ട് കൊടുക്കുക, കുറച്ചൊരു 2 ചെറുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ 2-3 എരിവിന് പാകത്തിനനുസരിച്ച് പച്ചമുളക്, വേപ്പില, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എരിശ്ശേരി, അവിയൽ, നമ്മുടെ ഈ സദ്യ ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കൂട്ടത്തിൽ എന്തെങ്കിലും മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കേട്ടോ. ഈ എരിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്കൊരു ഒഴിച്ച് കറി അങ്ങോട്ട് ലാഭമായി. ഇതുണ്ടെങ്കിൽ ഇത് മതി. അത് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാട്ടോ. അതുപോലെ തന്നെ കുത്തിക്കാച്ചിയ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മതി കേട്ടോ. അങ്ങനെ കറി വേണം, ചാറ് വേണം എന്നൊന്നുമില്ല. അപ്പോൾ അത് അരപ്പൊക്കെ അരച്ച് ഒന്ന് ഒതുക്കിയിട്ട് അതങ്ങോട്ട് റെഡിയാക്കി മിക്സി ഒന്ന് തുടച്ച് അവിടെ തന്നെ കയ്യോടെ എടുത്ത് വെച്ചു. ഇനി നമുക്കത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആക്കാം കേട്ടോ അരപ്പ്. അതിൻ്റെ ഇടയിൽ നമുക്കിത് വറുത്തിടുമ്പോൾ 2 ചെറുള്ളി വേണം, അത് അരിയാൻ വേണ്ടിയിട്ട്. അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമുക്കൊരു 2 ചെറുള്ളിയും കൂടെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് ലൈവൊക്കെ പോണ ദിവസമാണ്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്ക് തൊട്ടിട്ട് 2 മണി വരെയൊക്കെയാണ്, അല്ലെങ്കിൽ 2 to 3 ലൈവ് ഇരിക്കുക. ഇനി നമ്മൾ ലൈവ് പോണത് 3 മണി തൊട്ട് 4 മണി വരെ ആയിരിക്കും. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ചേച്ചിമാരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ കുക്കിംഗ് ടൈമും അവരുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആവുന്ന സമയം 3 മണിയായിരിക്കും. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചിമാർ പറഞ്ഞു ഇങ്ങനെ 3 മണിക്ക് ആക്കിയാൽ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് നമ്മളിനി 3 മണിക്ക് ലൈവ് ഇരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തനും പയറൊക്കെ വെന്തപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. മീൻ നമുക്ക് ഇന്നലെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, കോര. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ മസാലയൊക്കെ പുരട്ടി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങോട്ട് വറുത്താൽ മതി. കുറച്ച് വേപ്പില, എനിക്ക് ഈ മീൻ വറുക്കണതിൻ്റെ ഇടയിൽ ഈ വേപ്പില കിട്ടണം നല്ല ഇഷ്ടം. ഒന്നാമത് അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ, കടയിൽ നിന്ന് വാങ്ങണമെന്നും അല്ലല്ലോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ വറുക്കാനുള്ള പരിപാടിയിലാണ്. മീനൊക്കെ പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാവണ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു കുക്കറിലെ പ്രഷറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളും. പോയി നമ്മുടെ മത്തനും വൻപയറൊക്കെ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്, പ്രഷറൊക്കെ പോയിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് അങ്ങോട്ട് ചേർക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അരപ്പ് അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ശർക്കര ചൂട് ഇട്ട് കൊടുക്കും. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ചിലവർക്ക് ഈ ഒരു മധുരം ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. അങ്ങനത്തെ ഈ ശർക്കര അച്ച ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. നമ്മുടെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഒരു കുഞ്ഞൊരു ശർക്കര അച്ചൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അരപ്പ് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണേ. നമ്മുടെ ഇവിടെ ഇതിന് പുതിയാപ്പള കോര എന്നൊക്കെയാണ് പറയുക. ചില സ്ഥലങ്ങളിൽ കിളിമീനെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പേരുകളുണ്ട്. എന്തൊക്കെയായാലും ഇവിടെ കണ്ണൻകുട്ടിക്ക് ഈ മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത മീനായിരുന്നു അത്. ഇപ്പോൾ അവന് ഇങ്ങനെ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങുമല്ലോ, അങ്ങനെ പിന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് ശീലമായി, അത്രയേ ഉള്ളൂ. എരിശ്ശേരിയുടെ അരപ്പൊക്കെ വെന്ത് റെഡി ആയപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച്. കുക്കറുണ്ട്, ഒഴുക്കി വലിയ വലിയ പാത്രത്തിൽ വയ്ക്കുന്ന പാടാണ് കേട്ടോ, ഇഷ്ടമല്ല. ഇപ്പോൾ ചിക്കൻ ബീഫൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചട്ടിയിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ആ ചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങനെ വെക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാതും ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കും. അപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു. കടുക്, വറ്റൽമുളക്, വേപ്പില പൊട്ടി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ നാളികേരം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരിയിലേക്ക് നമ്മൾ തട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ എരിശ്ശേരി സൂപ്പർ എരിശ്ശേരി സെറ്റ്.
എരിശ്ശേരി മീൻ വറുത്തതൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്താ വെച്ചാൽ ടൈം ആയി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ലൈവ് കഴിഞ്ഞിട്ടാണ് കഴിക്കുക. ഞാൻ മിക്കതും ലൈവ് കഴിഞ്ഞിട്ടാണ് കഴിക്കുക. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടേ ലീവുള്ള ദിവസമൊക്കെ 10:45 11 മണിയാവും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വിശക്കില്ല. ആ സമയത്ത് 1 മണിയൊന്നും ആകുമ്പോൾ ഒന്നും വിശക്കില്ല. അപ്പോൾ നമ്മൾ 2 മണി 2:30 3 മണിയൊക്കെ ആവും കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കണത് വൈകിട്ടായതുകൊണ്ടും ചായ കൂടി അസലായിട്ട് കുടിക്കണെ കൊണ്ടും വിശപ്പ് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ലൈവ് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അതിനിപ്പോൾ ലൈവ് ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ലൈവ് ഇപ്പോൾ ഒരാഴ്ചയല്ലേ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ വിശക്ക് എപ്പോഴാണോ അപ്പോഴാണ് കഴിക്കാറുള്ളൂ കേട്ടോ. 3-4 പാത്രം കൂടെ ഇരിക്കുന്നുണ്ട്. അത് കയ്യോടെ അങ്ങോട്ട് കഴുകുക. പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് കുറേശ്ശെയാണ് കേട്ടോ. അതുകൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കണം. ഇതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അടുക്കളയിലേക്ക് എൻ്റെ കയറുമ്പോൾ ഒരു തലപ്രാന്ത് വരും. എല്ലാം ഒതുക്കിയിട്ട് നമ്മുടെ കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കഴുകി മോറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുമ്പോൾ ഒരു ഇനി ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അവിടെ ഇനിയിപ്പോൾ അത് ചെയ്യാനുണ്ടല്ലോ എന്നൊരു മൈൻഡിൽ നമുക്ക് വരില്ലല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാണ്ട് വേറെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിയുമ്പോൾ അത് ചെയ്യാണ്ടല്ലോ അത് ചെയ്യാം. അതുകൊണ്ട് ഞാൻ മിക്കതും കഴുകാനുള്ളതൊന്നും അങ്ങനെ ഇടില്ല. അത് കയ്യോടെ അങ്ങോട്ട് 1-2 പാത്രങ്ങളാണെങ്കിലും കഴുകി അങ്ങോട്ട് എടുത്ത് വെക്കും. ഇപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കഴുകി എടുത്ത് വെച്ചു. ഇനി നമുക്ക് മീനല്ലേ, മീൻ വറുത്തത് അപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ള സമയം കൊണ്ട് അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കാം. നമുക്കിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയില്ലോ. ഇനിയിപ്പോൾ നമുക്ക് പാകത്തിന് വേണമെങ്കിൽ എപ്പോഴാണ് വിശക്കണമെങ്കിൽ അപ്പോൾ എടുത്താൽ മതി. ഫുഡ് അങ്ങോട്ട് ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേരാണെങ്കിലും അവർക്ക് വിശക്കാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ഇതില്ലല്ലോ. അയ്യോ ആ ഫുഡ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ടെൻഷനോട് ഒഴിവായി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കിച്ചൺ ടാബും സ്റ്റൗവും ഒക്കെ ഇങ്ങോട്ട് ഡീപ്പായിട്ടൊന്ന് തുടച്ചെടുക്കുക. എന്താ വെച്ചാൽ നമ്മുടെ മീൻ വറുത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും വറുത്തിട്ടതിൻ്റെയൊക്കെ എരിശ്ശേരി വറുത്തിട്ടതിൻ്റെയൊക്കെ എണ്ണയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കൈയോടെ തുടച്ചിട്ട് കഴിഞ്ഞാൽ കിച്ചൺ അങ്ങോട്ട് ഓക്കെ ആയി. കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാടുമില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ ലൈവിൽ പോയി കയറി ഇരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഷോർട്സ് എടുക്കൽ ഇതൊന്നും ഒരു ലോങ് വീഡിയോയിൽ നമ്മൾ കാണിക്കണ ഈ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മളൊരു വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര പെട്ടെന്ന് തീർന്ന കാര്യങ്ങളും എല്ലാം മിക്കതും നമ്മൾ കാണിക്കില്ലല്ലോ. എല്ലാം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോഴേക്കും വീഡിയോ ഒക്കെ 1 ഹവറിൻ്റെ മേലെ ലെങ്ത്തായി പോകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ ലൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനും പൂജിട്ടിയും കൂടെ ഇരുന്ന് ചോറൊക്കെ കൊണ്ടു. പൂജിട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സദ്യ ഐറ്റംസിലെല്ലാം പച്ചക്കറി ഐറ്റംസ് അവൾക്ക് എല്ലാതും ഇഷ്ടമാണ്. എരിശ്ശേരി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. കണ്ണൻകുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ കൊണ്ടുപോയതല്ല ഇപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ കഴിക്കാനുള്ളത്. അതുകൊണ്ട് ആൾ ഹാപ്പി ആവട്ടോ വന്നു കഴിഞ്ഞാൽ ചോറ് വാരി കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓരോ കമൻറ്റും നമ്മളിവിടെ ഇങ്ങനെ പറയും, നല്ലതാണ് ബാഡാണ് നല്ലതാണെങ്കിലും ചീത്തയാണൊക്കെ. അപ്പോൾ അതൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്കിന്ന് ലൈവിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നല്ല ആൾക്കാരായിരുന്നു കയറിയപ്പോഴും. എനിക്ക് നല്ല ടെൻഷനാണ് കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മാർഗ്ഗമില്ലല്ലോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ വേണമല്ലോ മാന്യമായിട്ട്. പിന്നെ ഇത് ഷോർട്സിലേക്ക് എടുത്തതായിരുന്നു. ഇവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുഞ്ഞൊരു ഉറക്കം പാസ്സാക്കി. വെച്ചാൽ ഒരു 1/2-3 മണിക്കൂറേക്ക് ഒരു ക്ഷീണം. എനിക്ക് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണം. അപ്പോൾ ഞാനൊന്ന് കിടന്നു കേട്ടോ. എന്നിട്ട് നീറ്റപ്പോൾ എന്താ കഴിക്കാനെന്ന് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ മാങ്ങ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ചക്ക മാങ്ങ എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ എനിക്ക് അത്രയും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഉപ്പും മുളകൊക്കെ ഇങ്ങനെ പുരട്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുത്തേരുന്ന പൂജിട്ടിയാ. കാരണം കുട്ടി ഇവിടെ ഹാജരായിട്ട് ബാക്കിലുണ്ട്. ആരുടെയും കോസ്റ്റ്യൂം റെഡി ആവാത്തതുകൊണ്ട് കളിക്കാൻ പോകണമൊക്കെ നേരമായോണ്ടേ വീഡിയോയിൽ വരാത്തതാണ്. അപ്പോൾ അവർക്കുള്ളതൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ഞാനിത് അമർത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്ന വലിയ കാര്യമാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും പൂജിട്ട് മേലെ കഴുകിയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടി ക്ലാസ്സിന് പോയി വന്നപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് മറന്നു. അവൻ എപ്പോൾ സ്കൂളിൽ മിക്കതും അവൻ പോയി വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും കേട്ടോ. മിഠായി ആയിട്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും അവന് കിട്ടിയ സാധനം ആയിക്കോട്ടെ കഴിക്കുക എന്തെങ്കിലും അവൻ കൊണ്ടുവരും. ഇനിയിപ്പോൾ വണ്ടിക്കൂലിക്ക് കൊടുക്കണ കാശ് അവൻ ചിലപ്പോൾ അങ്ങോട്ട് നടന്നിട്ട് ആ 10 രൂപ കൊണ്ട് എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും കേട്ടോ. മിഠായി 1 രൂപയുടെ മിഠായി ആണെങ്കിൽ അവൻ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് കൊടുക്കുന്നതാണ് ആ 50-50യുടെ ബിസ്ക്കറ്റ്. ഡോറ് തുറക്കുമ്പോഴേ പറയും മോളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നതാണ് ബിസ്ക്കറ്റ് കേട്ടോ. വിചാരിച്ചു എന്നാൽ ശരി നമുക്കിന്ന് ചായ ഉണ്ടാക്കാം. വൈകിട്ടായപ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു. അപ്പോൾ കട്ടൻ ചായ അല്ല കേട്ടോ, പാൽപ്പൊടിയും ബൂസ്റ്റും. ഞാൻ പറയാറില്ലേ, എല്ലാവർക്കും അറിയാം നമ്മളിവിടെ അധികം ഇങ്ങനെ കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇനിയിപ്പോൾ പാൽ എപ്പോഴും നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പാൽപ്പൊടി പാക്കറ്റ് വാങ്ങിയിട്ട് 2 ബൂസ്റ്റിൻ്റെ പാക്കറ്റും വാങ്ങും. എന്നിട്ട് ചൂടുവെള്ളം അങ്ങോട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം 2 അടി അടിക്കും. ഇങ്ങനെ പതപ്പിക്കും. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടിലേക്ക് ഇങ്ങനെ അടിച്ച് ചായ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിനി കാര്യമൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വൈകിട്ടത്തേക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ സാധനങ്ങൾ
ഒതുക്കി പെറുക്കാനും കൊണ്ടുപോകാനുള്ളത് പാക്കാക്കാനും അതൊരു ഭയങ്കരമായിട്ടുള്ള പാടുള്ള പണിയാണ്. വീഡിയോ ഇപ്പോൾ ഇടാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വീട് മാറിയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാറുന്ന വീടിൻ്റെ ക്ലീനിങ്ങും അതും ഇതുമായിട്ട് ഒരുപാട് പണികളുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ലോങ് വീഡിയോ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലും അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും വീടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അടച്ച് കിടന്ന വീടുകൾ നമ്മളിപ്പോൾ മാറുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. വാടകയ്ക്ക് നിന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അത്രയും പണി പട്ടിപ്പണി എന്നൊക്കെ പറയില്ല, ഒരു പണിയുടെ സ്റ്റേജിലാണ് കിടന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.